സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 20 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 6, ഷോർട്ട് ലിസ്റ്റ് 7, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 2, ഇൻ്റർവ്യൂ അറിയിപ്പ് 4, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസിലേക്ക് ജൂനിയർ ലെക്ചറർ ഇൻ മോഹിനിയാട്ടം, കാറ്റഗറി നമ്പർ 684/2022. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് റീഡർ ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 675/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച്, കാറ്റഗറി നമ്പർ 390/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 51.67. ലിസ്റ്റിലാകെ 72 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 15 പേർ മെയിൻ ലിസ്റ്റിലും 57 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 200/2024. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ലെക്ചറർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് സെൻറ്റർ, കാറ്റഗറി നമ്പർ 687/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 64.33. ലിസ്റ്റിലാകെ 86 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 25 പേർ മെയിൻ ലിസ്റ്റിലും 61 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 304/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിയോളജി, കാറ്റഗറി നമ്പർ 409/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 46.67. ലിസ്റ്റിലാകെ 76 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഫസ്റ്റ് NCA ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 497/2024. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 351/2022, 352/2022. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ്, കാറ്റഗറി നമ്പർ 351/2022, ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 352/2022 എന്നീ തസ്തികകളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖം പട്ടത്തുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് 2/7/2025, 3/7/2025, 4/7/2025 എന്നീ തീയതികളിൽ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അഭിമുഖത്തിന് അറിയിപ്പ് ലഭിക്കാത്ത അർഹരായ ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR സെക്കൻഡ് C വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125469294. ഉദ്യോഗാർത്ഥികൾ PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ പരിശോധിച്ച് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 527/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 60.67. ലിസ്റ്റിലാകെ 71 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് NCC
സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക്, ഫ്രം എക്സ് സർവീസ്മെൻ ഒള്ളി, ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 334/2024. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ദ്രവ്യഗുണ, കാറ്റഗറി നമ്പർ 258/2024. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ദ്രവ്യഗുണ ഫസ്റ്റ് NCA LC ബാർ A വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 258/2024 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട PCN ലഭിക്കാത്ത 3 ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രമാണ പരിശോധന 24/6/2025 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരം പട്ടത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അഡ്മിറ്റ് കാർഡ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാക്കേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം ആസ്ഥാന ഓഫീസിലെ GR ഫസ്റ്റ് C വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712546 325. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഒള്ളി, കാറ്റഗറി നമ്പർ 395/2022. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഒള്ളി, കാറ്റഗറി നമ്പർ 395/2022 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖം 3/7/2025 9:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പട്ടത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. അഭിമുഖത്തിന് മുന്നോടിയായുള്ള പ്രമാണ പരിശോധന അന്നേ ദിവസം രാവിലെ 7:30 നടത്തുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, ഐഡൻറ്റിറ്റി അതായത് ആധാർ എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ്, കാറ്റഗറി നമ്പർ 516/2023, 518/2023. ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 516/2023, 518/2023 എന്നീ തസ്തികകളുടെ തിരഞ്ഞെടുപ്പിനായി 1/7/2025 ചൊവ്വാഴ്ച 10 മണി മുതൽ 12:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ ഫിസിക്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ഒള്ളി, കാറ്റഗറി നമ്പർ 396/2022. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ ഫിസിക്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ഒള്ളി, കാറ്റഗറി നമ്പർ 396/2022 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖം 3/7/2025 10:15 മുതൽ 12 മണി വരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പട്ടത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. അഭിമുഖത്തിന് മുന്നോടിയായുള്ള പ്രമാണ പരിശോധന യഥാക്രമം അന്നേ ദിവസം രാവിലെ 7:30 10 മണിക്ക് നടത്തുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, ഐഡൻറ്റിറ്റി എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ പത്തോളജി ആൻഡ് മൈക്രോബയോളജി, കാറ്റഗറി നമ്പർ 292/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ സോഷ്യൽ സയൻസ്
സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി. കാറ്റഗറി നമ്പർ 395/2022. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി. കാറ്റഗറി നമ്പർ 395/2022 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖം 3/7/2025 തീയതിയിൽ 9:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പട്ടത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. അഭിമുഖത്തിന് മുന്നോടിയായുള്ള പ്രമാണ പരിശോധന അന്നേ ദിവസം രാവിലെ 7:30 നടത്തുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, ഐഡന്റിറ്റി എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 140/2024. അടുത്തതും ഒരു ഷോർട്ട് ലിസ്റ്റാണ്. ഇൻഡസ്ട്രി ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ. കാറ്റഗറി നമ്പർ 673/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 68 ലിസ്റ്റിലാകെ 102 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 29 പേർ മെയിൻ ലിസ്റ്റിലും 63 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്. കാറ്റഗറി നമ്പർ 507/2024. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്. കാറ്റഗറി നമ്പർ 507/2024. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 30/6/2025 മൺഡേ 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. തൃശ്ശൂർ ജില്ലയിലേക്ക് ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. പാലക്കാട് ജില്ലയിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്. ഇടുക്കി ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA മുസ്ലിം വിഭാഗക്കാർക്കായി, SCCC വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 556/2022. കാറ്റഗറി നമ്പർ 559/2022. ഹെഡ് ഓഫീസിൽ നിന്നും ഹെൽത്ത് സർവീസസ്, മെഡിക്കൽ കോളേജ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ. ഹെഡ് ഓഫീസിൽ നിന്നും ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ആലപ്പുഴ ജില്ലയിലേക്ക് ISM ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് അസിസ്റ്റൻറ്റ്. ആലപ്പുഴ ജില്ലയിലേക്ക് ISM IMS ആയുർവേദ കോളേജസ് എന്നിവിടങ്ങളിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് കെമിസ്റ്റ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫഡിലേക്ക് LD ടൈപ്പിസ്റ്റ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. കോട്ടയം ജില്ലയിലേക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ 276/2018. പാലക്കാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. കോഴിക്കോട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS സെക്കൻഡ് NCA LC ബാർ A വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 757/2022. ആലപ്പുഴ ജില്ലയിലേക്ക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈൻമാൻ ഇലക്ട്രിക്കൽ വിങ്. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്നും കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ്
ട്രെയിനിങ് കോളേജസിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജിയോഗ്രഫി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. ആലപ്പുഴ ജില്ലയിലേക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് സ്കിൽഡ് അസിസ്റ്റൻറ്റ്. ആലപ്പുഴ ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. കാറ്റഗറി നമ്പർ 19/2021, 20/2021. ഹെഡ് ഓഫീസിൽ നിന്നും കേരള കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഹിന്ദി. കണ്ണൂർ ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ഇടുക്കി ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCID. മലപ്പുറം ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്, പോൾട്രി അസിസ്റ്റൻറ്റ് എക്സെട്ര. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം എക്സ് സർവീസ് പേഴ്സണൽ, ഡിപ്പെൻഡൻസ് ഓഫ് എക്സ് സർവീസ് പേഴ്സണൽ ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ. കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. കാറ്റഗറി നമ്പർ 516/2019. ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റേഡിയോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് സെക്കൻഡ്. കോഴിക്കോട് ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് HTV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HTV. കോഴിക്കോട് ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. കോട്ടയം ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. കാറ്റഗറി നമ്പർ 725/2022, 726/2022. കണ്ണൂർ ജില്ലയിലേക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.